ഒരിക്കലും ഇല്ലടി. ഇത് ടിയാഗോ ഇവിടെ 2025 മോഡൽ ലേറ്റസ്റ്റ് വണ്ടിയാണ്. ഇതിന് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നുള്ള ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ എത്ര മേടിക്കുന്നത്? അതന്നെ ഫീച്ചറാ. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ വളമൊക്കെ വളയ്ക്കുന്ന സമയത്ത് വണ്ടി റോഡിൽ നിന്ന് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് കൊള്ളാലോ. ആ ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു 6 സെൻസർ വരുന്നുണ്ട്. 4 ടയേഴ്സിലും, 1 സ്റ്റിയറിംഗിലും, 1 വണ്ടിയുടെ ഗ്രാവിറ്റിയിലും. ഇതെപ്പോഴും ഓരോ മില്ലി സെക്കൻഡ്സിലും ഇത് വർക്ക് ചെയ്ത് സെൻസർ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി ഒരു സ്പീഡിൽ പെട്ടെന്ന് ഒരു ഫ്രണ്ടിൽ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നു, നമ്മൾ വണ്ടി വെട്ടിക്കുന്നു. ഇത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഇത് റോഡിൽ തെന്നിയിട്ട് സ്കിഡായിട്ട് പോയി ഇടിക്കാനായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെഹിക്കിൾ ഇത് സെൻസ് ചെയ്തിട്ട് ഇത് വണ്ടി നമ്മളിപ്പം റൈറ്റിലേക്ക് തിരിക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ടയേഴ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്ക് ഫോഴ്സ് കൊടുക്കും. അങ്ങനെ ആ ടയേഴ്സിലെ ഫ്രീ സ്പിൻ ആയിട്ടുള്ള ടയേഴ്സിന്റെ സ്പിന്നിങ് കുറച്ചിട്ട് വണ്ടി കറക്റ്റ് ആയിട്ട് വണ്ടി തിരിയാൻ സഹായിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലെ ഫ്രീ സ്പിൻ ആയിട്ടുള്ള ടയേഴ്സിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്ക് ഫോഴ്സ് കൊടുത്ത് ആ വണ്ടി റോഡിൽ നിന്ന് സ്കിഡ് ആവാതെ കറക്റ്റ് റോഡിൽ തന്നെ ഗ്രിപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് ഈ വണ്ടിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അല്ലേലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ ദി ബെസ്റ്റ് ആണല്ലോ. ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കിട്ടി? നമ്മുടെ ഈ വണ്ടി എടുക്കാൻ ഞാൻ കോട്ടയത്തിൽ എക്സോണായിട്ട് പോയപ്പോഴത്തേക്കാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ടാണ് എന്റെ മെമ്മറിയിൽ ഇത് ഇപ്പോഴും ഇരിക്കുന്നത്. ചുമ്മാ അതല്ല, ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നത്.